ഓൺലൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്വന്തം മതത്തിനെതിരെ വന്നു കഴിഞ്ഞാൽ വളരെ മോശമായി തന്നെ നേരിടുന്ന ഒരുപാട് മുസ്ലിങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഇസ്ലാം ഉപേക്ഷിച്ച ഒരാൾ എന്ന നിലക്ക് എനിക്കും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേർക്കും ഈ രീതിയിലുള്ള കമൻറ്റിലൂടെയുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും നേരിട്ടുള്ള പലതരം വിഷമങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ ഈ എക്സ് മുസ്ലിംസിനോട് വളരെ അധികം അനുഭാവം അറിയിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. ആ വരുന്നതിൽ ഒരു കൂട്ടം ആളുകൾ കൃത്യമായും സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്. ഒരു കൂട്ടം, എല്ലാവരും എന്നോ അല്ലെങ്കിൽ വലിയൊരു ശതമാനമെന്നോ അങ്ങനെയല്ല പറഞ്ഞു, ചെറിയ കൂട്ടമാണെങ്കിലും ഒരു കൂട്ടം എന്തായാലും സംഘപരിവാറിൻ്റെ ആളുകൾ വരാറുണ്ട്. നിങ്ങളിങ്ങനെയൊക്കെ അനുഭവിച്ചില്ലേ, ഞങ്ങൾ ഭയങ്കരമായിട്ട് അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളോട് കൂടെ ഞങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഈ നീറ്റ് പരീക്ഷയുടെ അത് സംബന്ധമായി ഇവിടെ ഉണ്ടായ ആ ഒരു പ്രതിഷേധം ഒരു സംഘിക്ക് അല്ലെങ്കിൽ സംഘികൾക്ക് എത്രത്തോളം തരം താഴാൻ പറ്റുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്ക് നേരെ ഉന്നയിക്കുന്ന ബലാത്സംഗ ഭീഷണികൾ. അതുമാത്രമല്ല, ഓൺലൈനായി അവർ ചെയ്യുന്ന അത്രയും വ്യക്തിഹത്യകളൊന്നും ഞാൻ ഇവിടെ മുസ്ലിംസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. വ്യക്തിഹത്യകൾ ചെയ്യൂല മുസ്ലിംസ് എന്നല്ല കേട്ടോ, വളരെ മോശമായ രീതിയിൽ ചെയ്യാറുണ്ട്, വളരെ മോശമായ രീതിയിൽ ചെയ്യാറുണ്ട്. എന്നാൽ അതിലധികം മോശമായിട്ട് സംഘികൾ ചെയ്യുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഓൺലൈനായിട്ട് പല രീതിയിലാണ് അവർ സ്ലഡ് ഷെയിം ചെയ്യുന്നത്, സൈബർ ബുള്ളി ചെയ്യുന്നത്. പങ്കെടുത്ത പെൺകുട്ടികൾക്ക് നേരെ ബലാത്സംഗ ഭീഷണികളാണ്. പങ്കെടുത്ത പെൺകുട്ടികളുടെ മുഖവും മറ്റും മോർഫ് ചെയ്തുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടൊക്കെയുള്ള ആഘോഷങ്ങളാണ്. ഈ രീതിയിലൊന്നും സുഡാപ്പികൾ തരം താഴാറില്ല. മുഖം മാറ്റി വെച്ചുള്ള ചിത്രങ്ങൾ, AI ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് അവരെ മോശമായി ചിത്രീകരിക്കുന്ന അമ്മാതിരി പരിപാടികൾക്കൊന്നും സുഡാപ്പികൾ നിൽക്കാറില്ല, എക്സ്ട്രീം ഇസ്ലാമിസ്റ്റുകൾ നിൽക്കാറില്ല. അവരുടെ അക്രമങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള അക്രമങ്ങളും കാര്യങ്ങളൊക്കെ വേറെയാണ്. ആ രീതിയിൽ സംഘികൾ ചെയ്യാറുണ്ട്. അതിനും അപ്പുറത്തേക്കും സംഘികൾ പോകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ നീറ്റ് പ്രതിഷേധത്തിനോടുള്ള അവരുടെ പ്രതികരണങ്ങൾ. നീറ്റ് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നീറ്റ് എക്സാമിൽ കാണിച്ച അഴിമതിയോടുള്ള അവരുടെ പ്രതികരണങ്ങൾ. നീറ്റിലുള്ള ആ ഒരു ഡൽഹിയിലെ ആ വിദ്യാർത്ഥിനി ആ ഒരു നരേന്ദ്രമോദിയെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി മാപ്പ് കൊടുത്തിട്ടും മറ്റുള്ളവർ വീണ്ടും ഇപ്പോഴും തുടർച്ചയായി സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി മാത്രമാണോ? നിരവധി പെൺകുട്ടികൾക്ക് നേരെ പലതരം അക്രമങ്ങൾ. അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്തിട്ടും അവരോട് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലും അവർക്ക് അനുഭാവം പ്രഖ്യാപിച്ചുകൊണ്ടും ഒക്കെ ഇവിടെ BJP-ക്കാർ മുന്നോട്ട് വന്നിട്ടും ABVP വരെ മുന്നോട്ട് വന്നിട്ടും BJP-ക്കും ABVP-ക്കും കലി അടങ്ങുന്നില്ല അവരോട്, ആ പ്രതിഷേധക്കാരോട്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ശബ്ദിച്ചതാണ് കേന്ദ്ര സർക്കാരാണെങ്കിലും BJP ആണെങ്കിലും ABVP ആണെങ്കിലും മറ്റ് സംഘപരിവാറുകാരാണെങ്കിലും എന്നുള്ളത് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. നിവൃത്തിയില്ലാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് നിലകൊള്ളേണ്ടി വന്നു, നിലപാടെടുക്കേണ്ടി വന്നു വിദ്യാർത്ഥികൾക്ക് വേണ്ടി. എന്നിട്ട് അവർക്ക് വേണ്ടത് അവിടെ നിന്ന് ആ പ്രതിഷേധം ആളുകൾ ഒഴിഞ്ഞു പോകുക എന്നുള്ളതായിരുന്നു. അത് ഒഴിഞ്ഞതോടുകൂടി അവർ തുടങ്ങി. ആ ഒരു സമയത്തും അവരുടെ ആളുകളുടെ കിരാതമായ നടപടികൾ അവിടെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ വളരെ മോശമായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക. പറഞ്ഞു വന്നത് സുഡാപ്പി വലുത്, സുഡാപ്പി വളരും, സുഡാപ്പി വലിയ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘികൾ ഇങ്ങനെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പലതും പറയാറുണ്ട്. നിങ്ങളൊക്കെ കണക്കാണെന്ന് എനിക്ക് പറയാനുള്ളത്. കൂട്ടത്തിൽ ഏറ്റവും മോശം നിങ്ങളാണ്, ഏറ്റവും മോശം. മറ്റൊരു മോശമല്ല എന്നല്ല, മറ്റൊരു ഭയങ്കര മോശം, അതിലും വലിയ മോശങ്ങൾ. ഇമാര് സൈബർ ബുള്ളി ചെയ്യണതിലും ബലാത്സംഗ ഭീഷണികളിലും മറ്റൊക്കെ ഒരുപാട് മോശമാണ് നിങ്ങൾ.
അപ്പോൾ ഇത് പറയുന്നതേ കണ്ട് കണ്ട് മടുത്തിട്ടാ. പിന്നെ പറയാൻ സ്വാതന്ത്ര്യമുള്ളപ്പോഴല്ലേ പറയേണ്ടത്, അല്ലാത്തപ്പോൾ പിന്നെ ഏതായാലും നിങ്ങൾ വായിൽ സിമെൻറ്റ് പോലും ഒഴിക്കുമല്ലോ അല്ലേ. നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്കെതിരെ, സംഘപരിവാരത്തിനെതിരെ ഒരു ശബ്ദവും വരാത്തൊരു നല്ല സുപ്രഭാതത്തിന് വേണ്ടിയിട്ടല്ലേ. തൽക്കാലം അംബേദ്കറുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഭരണഘടനയുടെ തണലിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ തണലിലിരുന്നു കൊണ്ട് ആ സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് പറയുക തന്നെ ചെയ്യും. ഇസ്ലാമിൻ്റെ എക്സ്ട്രീമിസത്തിലുള്ള പ്രശ്നങ്ങൾ എടുത്ത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ സംഘപരിവാരത്തിൻ്റെ മലം കണക്ക മണമുള്ള ദുർഗന്ധമുള്ള രാഷ്ട്രീയ നടപടികളെക്കുറിച്ച് പറയുക തന്നെ ചെയ്യും. അത് നിങ്ങൾ എത്ര തന്നെ മൂടിയേക്കാൻ നോക്കിയാലും ഒരു കാര്യമില്ല. പിന്നെ ഈടിനെ വിടണം തോന്നുന്നുണ്ടോ? 1000-2000 വ്യൂവേഴ്സുള്ള ഒരുത്തൻ്റെ പെരീക്ക് കൂട്ടോളി, ഒരു കുഴപ്പമില്ല, ഓൽക്ക് കുറച്ച് ദിവസത്തിന് വെറുതെ തീർക്കാമല്ലോ. പിന്നെ ഇപ്പോൾ ഈ അവരെന്തുകൊണ്ട് ശബ്ദിച്ചില്ല, അതും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ, അവരെന്തുകൊണ്ട് ശബ്ദിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് BJP-ക്കാർ വന്ന് കണ്ടു PSC കാര്യത്തിൽ. എന്നാൽ ഈ PSC-ക്കാരുള്ള കെയറിങ് എപ്പോഴാണ് വന്നത്? നീറ്റ് പരീക്ഷയിലുള്ള അഴിമതി ചോദ്യം ചെയ്തുള്ള പ്രതിഷേധം ശക്തമായപ്പോൾ അപ്പോഴാണ് അതിനെ ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാനാണ് PSC പ്രശ്നം BJP-ക്കാർ ഉയർത്തിക്കൊണ്ടുവന്നത്. എപ്പോഴാണെങ്കിലും അത് ആ PSC-യുടെ കാര്യത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കൊരു റിലീഫാണ്, ആശ്വാസമാണെന്ന രീതിയിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്നു. അതേസമയം തന്നെ എനിക്ക് പറയാനുള്ളത്, അതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? ഈ നീറ്റിൻ്റെ അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധം ഉയർന്നില്ലായിരുന്നെങ്കിൽ ശക്തമായൊരു നടപടി PSC-ക്കാർക്ക് വേണ്ടി BJP ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല എന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം. നിങ്ങൾ പ്രതിരോധത്തിലാവുമ്പോൾ മാത്രം, സംഘപരിവാരം പ്രതിരോധത്തിലാവുമ്പോൾ മാത്രം, BJP പ്രതിരോധത്തിലാവുമ്പോൾ മാത്രം. കാണുന്നുണ്ട്, ജനങ്ങളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവരെ നിങ്ങളിങ്ങനെ പാകിസ്ഥാനിക്ക് പോടാ, അന്നെ പാകിസ്ഥാനിക്ക് കൊണ്ടുപോയാക്കും, അന്നെ ബംഗ്ലാദേശിയാക്കും, പിന്നെന്താണ് ഫണ്ട് വരുന്നുണ്ട്, ഉണ്ട വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. തിരിച്ചറിവുള്ള ജനങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ സുഡാപ്പികളെ സ്ഥിരം പരിപാടിയാണ്. സംഘികളുടെ ഫണ്ട് വരുന്നുണ്ട് യുക്തിവാദികൾക്ക്, അല്ലെങ്കിൽ എക്സ് മുസ്ലിംസിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. സംഖ്യകളും അതിന് മോശമൊന്നുമില്ല. സപ്പോർട്ടും കൊണ്ടൊക്കെ വരുന്ന കുറേ സംഖ്യകളെ കാണുന്നുണ്ടല്ലോ, ഓരോടൊക്കെ പരങ്ങളൊക്കെ കണക്കാം. നിങ്ങൾക്കെതിരെ ശബ്ദം ഉയരുമ്പോൾ നിങ്ങൾ പറയും സുഡാപ്പി ഫണ്ടഡാണ്, തുർക്കി ഫണ്ടഡാണ്, സൗദി ഫണ്ടഡാണ്, ഖത്തർ ഫണ്ടഡാണ്. അവിടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഭക്ഷണം വിളമ്പിയ ഒരുത്തനെ മുസ്ലിം വേഷധാരിയായതിൻ്റെ പേരിൽ പിടിച്ചു, അറസ്റ്റ് ചെയ്തു. ആ ഫണ്ട് ആൾ റേസ് ചെയ്തത് ഇല്ലീഗലായിട്ടാണ് എന്ന് ആരോപിച്ചുകൊണ്ട്. ഇല്ലീഗലായിട്ടായിരുന്നെങ്കിൽ അയാൾക്കെതിരെ എത്രത്തോളം വെറുപ്പ് തുപ്പാൻ പറ്റുമോ, അയാൾ ഉപയോഗിച്ച് എത്രത്തോളം വെറുപ്പ് തുപ്പാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുമായിരുന്നു, നിങ്ങളുടെ പോലീസ് ചെയ്യുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയാത്തത്, അതൊരു വലിയ കേസായി ഉയരാത്തത്, അത് ജസ്റ്റ് ഈ ഇന്ത്യൻ ജനതയിൽ നിന്ന് തന്നെയുള്ള ക്രൗഡ് ഫണ്ടിങ് ആണെന്നുള്ള തിരിച്ചറിവുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ വാർത്തകളിൽ മറ്റു പലതും നിറയേണ്ട സമയം കഴിഞ്ഞിട്ടില്ലേ. സ്വന്തം അവകാശങ്ങൾ പ്രതിരോധത്തിലാകുമ്പോൾ അത് ചോദ്യം ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പോഴൊക്കെയും പണത്തിന് വേണ്ടിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തിയവരാണ്, ഒറ്റിക്കൊടുത്തവരാണ് BJP-ക്കാരെ, നിങ്ങൾ സംഘപരിവാറുകാരെ. നിങ്ങൾക്ക് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന തിരിച്ചറിവ് ഇപ്പോഴും ഇല്ല. പണ്ട് നിങ്ങളുടെ പൂർവികരിൽ ഒരാൾ കാല് നക്കി കൊടുത്തുണ്ടാക്കിയ ആ സംഘടനയുടെ കാല് നക്കൽ രാഷ്ട്രീയത്തിന് അപ്പുറം ഒന്നും തന്നെ നിങ്ങൾക്ക് അറിയില്ല, ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് സ്വന്തം പോക്കറ്റിലാക്കുന്ന പണം മാത്രമാണ്. നിങ്ങളുടെ പിന്നാലെ ഒന്നും നോക്കാതെ, ഒന്നും അറിയാതെ പൊട്ടന്മാരായി വിഡ്ഢികളായി പിന്നാലെ വരുന്ന അടികളെ പറ്റിക്കാനുള്ള ഗിമ്മിക്സ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുവഴിയുള്ള പേഴ്സണൽ ലാഭങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനപ്പുറം ഈ രാജ്യത്തിൻ്റെ ഒരു പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നത് നിങ്ങളുടെ നടപടികളിൽ നിന്ന് വളരെ വളരെ വ്യക്തമാണ്. ഒരുപാട് ഉള്ളിൽ വിങ്ങിക്കടന്ന സംഗതികൾ ഇപ്പം ഈ നീറ്റിൻ്റെ
പ്രതിഷേധക്കാരോട്, വിദ്യാർത്ഥികളോടും അല്ലാത്തവരോടും നിങ്ങളെടുക്കുന്ന വളരെ മോശം വളരെ മോശമായിട്ടുള്ള നടപടികൾ കണ്ടപ്പോൾ ഉള്ളു വിങ്ങിയപ്പോൾ, ഉള്ളു പൊട്ടിയപ്പോൾ പറഞ്ഞാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഫണ്ട് വന്നു എന്നുള്ള ആരോപണമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ കൊണ്ടുക്കണമെങ്കിൽ പറയണ്ടാകും. നമ്മക്കത് വെറും ഇതാണ്. അപ്പുറത്ത് വേറൊരു കൂട്ടരുണ്ട് ഫണ്ട് ആരോപിക്കാൻ അല്ലേ, പച്ചകൾ. ഇപ്പുറത്ത് കാവ്യങ്ങളും ആരോപിക്കട്ടെ. ഏതായാലും പൈസക്ക് കമ്മി ഉണ്ടെങ്കിലും ആരോപണത്തിന് കമ്മി വേണ്ട. അതുകൊണ്ടെങ്കിലും റിച്ചാണെന്ന് പറയാമല്ലോ.